പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കൺമണിയുടെ ജീവിതത്തിൽ. കൺമണി വരുണുമായുള്ള വിവാഹത്തിന് സമ്മതം അറിയിക്കുന്നു. ഇതോടെ മറ്റ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും. പക്ഷേ ഈ കാര്യം അറിയുന്നത് അമ്മായിമാരെ ഞെട്ടിക്കുന്നു. അവർ വിചാരിക്കുന്നത് കൺമണിയുടെയും കൃഷിന്റെയും വിവാഹം ഉറപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം അവരുടെ മുൻപിൽ ബാക്കിയാവുകയും മാത്രവുമല്ല, കൺമണി കൃഷിനെ കെട്ടുകയാണ് എങ്കിൽ അവൾ നമ്മുടെ മുതലാളിയായി മാറുമെന്നും അങ്ങനെ അവൾ ഞെളിഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് കൺമണിക്കൊരു തിരിച്ചടി കൊടുക്കുക എന്ന് ആലോചിക്കുകയാണ് അവർ. എന്തൊക്കെ സംഭവിച്ചാലും അവളെ അങ്ങനെ വളരാൻ അനുവദിക്കരുത് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന അവർ ഈ വിവാഹം മുടക്കുന്നതിനായി ശ്രമിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ധനലക്ഷ്മിയാകട്ടെ ഇങ്ങോട്ട് 100 പവൻ ലഭിക്കുമെന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിവാഹം നടത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതേസമയം തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ക്രിഷ് അറിയുന്നത് വരുണുമായുള്ള വിവാഹം കൺമണിയുടെ ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന്. ഇതോടെ ഇനി എങ്ങനെ താൻ മാനസയെ ഒഴിവാക്കും? ആ ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. മാനസ തൻ്റെ കഴുത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്താലും പോവുകയില്ല എന്നുള്ള കാര്യം ക്രിഷ് ഒടുവിൽ തിരിച്ചറിയുകയാണ്. ഇനി അവളെ ഒഴിവാക്കാൻ മറ്റുമാർക്കും ഇല്ലാത്ത സ്ഥിതിക്ക് തിരിച്ചടികൾ ഞാൻ വാങ്ങേണ്ടി വരും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ക്രിഷിന്റെ മുന്നിലേക്ക് അമ്മായിമാർ വരുന്നത്. വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു എന്ന് ക്രിഷിനോട് പറഞ്ഞിരിക്കുകയാണ് അമ്മായിമാർ. ഇത് ക്രിഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. അമ്മായിമാർ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ആദ്യം ക്രിഷിന് മനസ്സിലാകുന്നില്ല. ക്രിഷ് വിചാരിക്കുന്നത് മാനസികമായുള്ള വിവാഹത്തിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് എന്നാണ്. ഇതോടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് എന്ന് അമ്മായിമാരോട് പറയുന്ന ക്രിഷ് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്ന അമ്മായിമാർക്കും സന്തോഷമായിരിക്കുകയാണ്. ഈ വിവാഹം മുടങ്ങുകയാണ് എങ്കിൽ വിചാരിച്ചതുപോലെ ഞങ്ങൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ കൃഷിന്റെ കൂടെ നിന്ന് ഈ വിവാഹം മുടക്കുകയാണ് വേണ്ടത് എന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അമ്മായിമാർ അറിയാൻ ഇടയാവുകയാണ് 100 പവൻ ഇങ്ങോട്ട് ലഭിക്കും എന്നുള്ള കാര്യം. പക്ഷേ അപ്പോഴും വരുണിന്റെ വീട്ടുകാരാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നില്ല. ഇതോടെ ധനലക്ഷ്മിയെ ചെന്ന് കണ്ട് ആ 100 പവനിൽ കുറച്ച് ഓഹരി ഞങ്ങൾക്കും വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് നൽകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടുമെന്നും ആ 100 പവനിൽ കണ്ണുവെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ഇതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അമ്മായിമാർ. അങ്ങനെ അവളെ മാത്രം മിനുങ്ങാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന അമ്മായിമാർ ഈ വിവാഹം പറ്റിയാൽ മുടക്കുക തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് വരുണിനെ അവർ ചെന്ന് കാണുന്നത്. വരുണിനോട് പറയുകയാണ് വരുൺ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കൃഷും അതുപോലെ തന്നെ കൺമണിയും പ്രണയത്തിലാണ്. അവർ നിന്നെ ചതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കുന്നത് നിനക്ക് ഉപകാരപ്പെടും. നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എങ്കിലും അവളുടെ മനസ്സിൽ നീയില്ല. ഇതെല്ലാം അവരുടെ ഒത്തുകളിയാണ്. ഈ കാര്യം കേൾക്കുന്നത്
വരുണിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ വരുണാകെ പകച്ച് നിന്നുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, തന്നെ യഥാർത്ഥത്തിൽ കൺമണി ചതിക്കുകയാണോ എന്നുള്ള സംശയവും മനസ്സിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ള കാര്യം ബാക്കിയായതിനെ തുടർന്ന് വരുൺ നേരിട്ട് ചെന്ന് ചോദിക്കാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ അതിനുള്ള അവസരം ലഭിക്കാതെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് ഇതേ തുടർന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനിടയിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയും താലി കെട്ടേണ്ട മണ്ഡപത്തിലേക്ക് ഒടുവിൽ വരുൺ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ വെച്ച് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു. വരുണിന്റെയും അതുപോലെ തന്നെ കൺമണിയുടെയും വിവാഹം അവിടെ വെച്ച് മുടങ്ങുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രീനിവാസനെ. ഇതോടെ ശ്രീനിവാസന് വീണ്ടും അറ്റാക്ക് വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മനോജ് ആകെ തകർന്നു പോയിരിക്കുകയാണ്. ധനലക്ഷ്മിയാകട്ടെ വിവാഹം പൊളിഞ്ഞതിന് പിന്നിൽ മറ്റാരുമല്ല, അത് കൺമണിയുടെ കള്ളത്തരം തന്നെയാണ് എന്ന് ആരോപിക്കുകയും ഇവൾ സത്യങ്ങൾ മറച്ചുവെച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും നാണക്കേട് നമുക്ക് നേരിടേണ്ടതായി വരില്ലായിരുന്നു എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൺമണി ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുകയാണ്. എന്നാൽ എല്ലാവരും കൺമണിക്ക് എതിരാകുന്നു. തെളിവുകളും കൺമണിക്ക് എതിരായതിനെ തുടർന്ന് കൺമണി കുറ്റക്കാരിയായി മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ. ഇതോടെ വിവാഹം മുടങ്ങിയ കൺമണി മാനസികമായി തകർന്ന് പോകുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.